ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കടുകിൻ്റെ മൈക്രോഗ്രീൻസും ബേബി പൊട്ടറ്റോയും കൂടെ ചേർത്തുണ്ടാക്കിയ ഒരു ഫ്രൈഡ് റെസിപ്പി കണ്ടു നോക്കിയാലോ. ഇത് ചോറിനും ചപ്പാത്തിക്കും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇൻഗ്രീഡിയൻസ് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. ഞാൻ 1/2 കിലോ ബേബി പൊട്ടറ്റോ നന്നായിട്ട് കഴുകി ഒരു കുക്കറിലിട്ട് മുങ്ങി നിൽക്കുന്ന അളവിന് വെള്ളം ഒഴിച്ച് 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കുകയാണ്. അത് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി മൂടി വെച്ച് വേവിച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. നിങ്ങൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ പൊട്ടറ്റോ നന്നായിട്ട് സോഫ്റ്റായിട്ടുണ്ടാവണം. ഇനി ഇത് നമുക്ക് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മൾ വേവിച്ചെടുത്ത പൊട്ടറ്റോ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ തൊലി ഊരി മാറ്റാം. അതിനായിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മാത്രം മതി. തൊലി നന്നായിട്ട് ഊരി വരും. എല്ലാത്തിൻ്റെ തൊലിയും നമുക്കിതുപോലെ എടുത്തു മാറ്റാം. തൊലി മാറ്റുന്നതിനൊപ്പം തന്നെ ഈ കറുത്ത നോഡ്സ്, ഈ കറുത്ത പുള്ളികളും നന്നായിട്ട് ഇളക്കി മാറ്റേണ്ടതാണ്. എല്ലാ പൊട്ടറ്റോയും തൊലി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മൈക്രോഗ്രീൻസിൻ്റെ കാര്യം നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഒരു 5-6 ദിവസം മുമ്പ് കടുക് പാകി വെച്ച് ഉണ്ടാക്കിയെടുത്ത മൈക്രോഗ്രീൻസാണ്. അപ്പോൾ ഇത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതുപോലെ ഒരു ബോളോ അല്ലെങ്കിൽ കണ്ടെയ്നറോ എന്തെങ്കിലും എടുക്കുക. എങ്ങനത്തെ കണ്ടെയ്നർ ആണെങ്കിലും പ്രശ്നമില്ല. എൻ്റെ കയ്യിൽ ഒരു ഭംഗിയുള്ള സെറാമിക്കിൻ്റെ ഒരു ബോൾ ഉണ്ടായിരുന്നു, ചെടി നടാനായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ കൊക്കോപീറ്റും മണ്ണും കുറച്ച് വളവും ചേർത്ത മിക്സ് ഇതുപോലെ നിറച്ചു കൊടുത്തു. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഇഷ്ടമുള്ള വിത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരത്തിലുള്ള ധാന്യമോ പയറുവർഗ്ഗമോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് പയറുവർഗ്ഗങ്ങളായ സോയയോ അല്ലെങ്കിൽ പയറോ ചെറുപയറോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുത്തിട്ട് മൈക്രോഗ്രീൻസ് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പയറുവർഗ്ഗങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, സിമ്പിളായിട്ട് കടുകാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കടുക് ഇതുപോലെ പുറമേ ഒന്ന് പാകി കൊടുക്കുക. ഏകദേശം ഒരു 2 ടീസ്പൂൺ കടുകാണ് എടുത്തിരിക്കുന്നത്. പുറമേ ഒന്ന് പാകി കൊടുത്താൽ മാത്രം മതി, അതിൻ്റെ പുറത്ത് മണ്ണിടണമെന്നൊന്നും ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ ഒരു സ്പ്രേയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വെള്ളം ചെറുതായിട്ട് തളിച്ചു കൊടുക്കുകയോ ചെയ്യാം. സ്പ്രേയർ ഉപയോഗിച്ചിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ കൈ കൊണ്ടെടുത്തിട്ട് ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെ തളിച്ചെടുത്ത ആ ബൗൾ അല്ലെങ്കിൽ ആ പാത്രം നമ്മളൊരു വശത്തേക്ക് മാറ്റി വയ്ക്കുക. എന്നിട്ട് എന്നും രാവിലെയും വൈകുന്നേരവും ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വെള്ളം തളിച്ചു കൊടുക്കുക അല്ലെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ ഈൽഡാണിത്. ഒരു 5-6 ദിവസം കൊണ്ട് ഇത്രയും ഇലകൾ ഉണ്ടായി. മൈക്രോഗ്രീൻസ് ശരിക്കും പോഷകങ്ങളുടെ ഒരു സ്റ്റോർ ഹൗസ് എന്ന് തന്നെ പറയാം. അതിനകത്ത് ഇല്ലാത്ത ന്യൂട്രിയൻസ് ഒന്നും തന്നെ ഇല്ല. സിങ്ക്, മെഗ്നീഷ്യം, കോപ്പർ, അയൺ, പിന്നെ ആൻറ്റി ഓക്സിഡൻസ്, ഒരുപാട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റിയ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടും. അത് കുക്ക് ചെയ്യാതെ കഴിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പച്ചയ്ക്ക് നമ്മൾ സാലഡിൻ്റെ രൂപത്തിലോ മറ്റോ കഴിക്കുകയാണെങ്കിൽ നല്ലതാണ്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന് കടുക് അരച്ച ഒരു ടേസ്റ്റാണ്. കടുക് അരച്ച് നമ്മളിപ്പോൾ ഡൈജൻ മസ്റ്റാർഡോ അല്ലെങ്കിൽ നമ്മൾ മസ്റ്റാർഡ് പൗഡർ ഈ മയോണൈസിലൊക്കെ ചേർത്ത് കഴിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിന്. ഒരു ഇച്ചിരി കടുപ്പമുള്ള ടേസ്റ്റാണ്, എങ്കിലും നല്ലതായതുകൊണ്ട് നമുക്കിത് ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. എനിക്കിപ്പോൾ ഒരു കൈപ്പിടി അളവിന് മൈക്രോഗ്രീൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകിയെടുത്ത് നമുക്ക് വയ്ക്കാം. എന്നിട്ട് നമ്മുടെ ഡിഷ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലോട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്ത് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ജീരകവും ഇട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുകും ജീരകവും പൊട്ടിയ ശേഷം നമുക്ക് തൊലിയെടുത്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണമെന്ന് ആവശ്യമില്ല. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ ഇളക്കി കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ വശങ്ങൾ മുരിഞ്ഞ് നന്നായിട്ട് ഗോൾഡൻ കളറിലേക്ക് ആയി വരും. അപ്പോൾ ഇത് നമ്മളൊരു ഹൈ ഫ്ലെയിം അല്ലെങ്കിൽ ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. ആ എണ്ണയിൽ കിടന്നത് ഫ്രൈ ആയി ഇതുപോലെ ഒരു ടെക്സ്ചറിലേക്ക് വരും. 10-15 മിനിറ്റ് ഇങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതിൻ്റെ പുറത്തൊക്കെ ഒരു ഗോൾഡൻ കളർ വന്ന ശേഷം ഇതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 മുതൽ 3/4 ടീസ്പൂൺ വരെ മുളക് പൊടി. ഏത് തരത്തിലുള്ള മുളക് പൊടിയായാലും കുഴപ്പമില്ല. കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാം, സാധാരണ മുളക് പൊടിയും ചേർക്കാം. ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ്. അതാണ് സാമ്പാർ പൗഡർ. അപ്പോൾ 1 ടീസ്പൂൺ സാമ്പാർ പൗഡറും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ ആയിരിക്കും. അപ്പോൾ സാമ്പാർ പൗഡറും ചേർത്ത് കൊടുത്തിട്ട് ഒരു 30 സെക്കൻഡ് നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. മസാല കരിഞ്ഞു പോകാതിരിക്കാനായിട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന കഴുകി വെച്ചിരിക്കുന്ന കടുകിൻ്റെ ചെറിയ ഇലകൾ ചേർത്ത് കൊടുക്കാം, മൈക്രോഗ്രീൻസ്. അത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം.
അപ്പോൾ ഇത് വെന്ത് വരുമ്പോൾ നൂല് പോലെയാണ് അവിടെ ഇവിടെ കിടക്കുന്നത്. അതിൻ്റെ തണ്ടും കൂടെ ചേർക്കുന്നതുകൊണ്ടാണ് നമുക്കങ്ങനെ കാണുന്നത്. അപ്പോൾ ഇത് കാണാൻ തന്നെ ഒരു രസമുള്ള ഒരു ഫ്രൈ ആണ്. കഴിക്കാനും ഒരു കടുകിൻ്റെയൊക്കെ ടേസ്റ്റ് മിക്സായി വരുന്ന ഒരു നല്ലൊരു വളരെ വ്യത്യസ്തമായ ഫ്ലേവറുള്ള ഒരു ഫ്രൈ റെസിപ്പിയാണ് ഇത്. മൈക്രോഗ്രീൻസ് ചേർത്ത ശേഷം ഇത് ഒരുപാട് വേകണമെന്ന് ആവശ്യമില്ല. എങ്കിലും നമ്മളൊരു അല്പം വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് മൂടി വയ്ക്കുകയാണ്. ഉരുളക്കിഴങ്ങ് ആദ്യം തന്നെ വെന്തതാണ്, അതുകൊണ്ട് അതിന് വലിയ വേഗിൻ്റെ ആവശ്യമില്ല. എന്നാൽ എല്ലാം കൂടി ഒന്ന് കമ്പൈനായി വരാനായിട്ട് നമ്മളിത് ഇതുപോലെ ഒന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചു. ഇപ്പോൾ ഇനി ഇതിലുള്ള ഈർപ്പം, ഈ മോയ്സ്ചർ ഒന്ന് കളയാനായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ബേബി പൊട്ടാറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. ഏകദേശം 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തപ്പോൾ ഇതുപോലെ നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും പറ്റിയൊരു നല്ല കിടിലൻ കോമ്പിനേഷനാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരെ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്, നമുക്കിപ്പോൾ കമ്മ്യൂണിറ്റി ടാബ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അയച്ചു തരുന്ന ഫോട്ടോസൊക്കെ എനിക്കിനി കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ഫോട്ടോസ് എനിക്ക് jensfoodtrail@gmail.com എന്നുള്ള മെയിൽ ഐ ഡിയിൽ ഒന്ന് അയച്ചു തരണേ. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് മെയിൽ ഐ ഡി. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരെ ബൈ.